രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പുമായി കോൺഗ്രസ്. ഭാരത് ന്യായ് യാത്ര എന്ന് പുനർനാമകരണം ചെയ്ത യാത്ര മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്കാണ്. അടുത്ത മാസം 14-ന് ആരംഭിക്കുന്ന യാത്ര 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. ഭാരത് ജോഡോ യാത്ര, രാകേഷ്, നമുക്ക് കെ.സി. വേണുഗോപാലിന്റെ വാക്കുകളിലേക്കൊന്ന് പോകും. Rahul Gandhi ji should start a yatra from east to west. Now Rahul Gandhi also agreed to fulfill the wishes of the CWC. So All India Congress Committee has decided to hold a Bharat Nyaya Yatra from January 14 to March 20th from Manipur to Mumbai. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന് നൽകിയ ഉണർവ് ചെറുതല്ല. രാഹുൽ ഗാന്ധിയെ യഥാർത്ഥ നേതാവായി വളർത്തുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ച ഒരു യാത്ര കൂടിയാണിത്. രണ്ടാം ഘട്ടമാണ് ഭാരത് ജോഡോ യാത്ര 2.0 ഭാരത് ന്യായ് യാത്ര. എങ്ങനെയാണ് ഈ യാത്ര ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? രഞ്ജിത്ത്, കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കശ്മീരിൽ അവസാനിച്ച ഭാരത് ജോഡോ യാത്ര അവസാനിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു വടക്കിഴക്കൻ സംസ്ഥാനത്ത് നിന്ന് ഗുജറാത്തിലേക്ക് ഒരു യാത്ര ഉണ്ടാകുമെന്ന്. ഏതായാലും അതിപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. AICC ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറിമാരായ കെ.സി. വേണുഗോപാൽ, ഒപ്പം തന്നെ ജയറാം രമേശുമാണ് ഈ യാത്ര ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്കാണ് ഈ യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ജനുവരി 14-ന് മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര മുംബൈയിൽ മാർച്ച് മാസം 20-ാം തീയതി സമാപിക്കും. ഇങ്ങനെയാണ് യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഏതാണ്ട് 65 ദിവസം ആയിരിക്കും യാത്ര നടക്കുക. മാത്രവുമല്ല, ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി ഭാരത് ന്യായ് യാത്ര എന്ന പേരിലാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് കാൽനടയായാണ് 137 ദിവസം യാത്ര ചെയ്തെങ്കിൽ ഇപ്പോൾ ഭാരത് ന്യായ് യാത്ര ബസ്സിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം മാർച്ച് മാസം ആദ്യത്തോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരും. അപ്പോൾ ഈ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ ഈ യാത്ര അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഏതായാലും അതിന്റെ ഷെഡ്യൂൾ നിശ്ചയിച്ചിരിക്കുന്നത്. മണിപ്പൂർ, ഒപ്പം തന്നെ നാഗാലാൻഡ്, അസം, മേഘാലയ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിങ്ങനെ 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്ര 6200 കിലോമീറ്ററാണ് സഞ്ചരിക്കുക. ആദ്യത്തെ യാത്ര ഏതാണ്ട് 3500 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ഈ ബസ്സിലുള്ള ഈ രണ്ടാമത്തെ യാത്ര 6200 കിലോമീറ്ററാണ് കടന്നു പോവുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദി ഹൃദയഭൂമിയിലൂടെ ഈ യാത്ര കടന്നു പോകുന്ന എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ബീഹാർ, ഒപ്പം തന്നെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടിയേറ്റ സംസ്ഥാനങ്ങളിലൊന്നാണ് UPയും മധ്യപ്രദേശും, ഒപ്പം തന്നെ ബീഹാറും. ഈ 3 സംസ്ഥാനങ്ങളിലും ഓരോ സീറ്റുകൾ മാത്രമാണെന്ന് കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഈ യാത്രയിലൂടെ ബൂത്ത് തലം മുതൽ സംഘടനയെ ചലിപ്പിക്കുക, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ യാത്രയിലൂടെ ഉണ്ട്. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് മാറ്റിയെടുക്കുന്നതിൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് നൽകിയ സംഭാവന വളരെ വലുതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ യാത്ര നടത്തുന്നതിലൂടെ ഈ സംസ്ഥാനങ്ങളിലെ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന ബ്രാൻഡ് അത് കൂടുതൽ അതിന്റെ ഇമേജ് കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസ് ഇതിലൂടെ ഏതായാലും ഉന്നമിടുന്നത്. ജനുവരി മുതലാണ് യാത്ര ആരംഭിക്കുക. മാർച്ച് വരെ യാത്ര നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പൊക്കെ ഏപ്രിൽ മാസത്തിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഏതാണ്ട് ഒരു കണക്ക് കൂട്ടൽ. അതൊരുപക്ഷെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള സാഹചര്യമുണ്ട്. കാരണം അയോധ്യ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞായിരിക്കും തെരഞ്ഞെടുപ്പ്. മറ്റൊന്ന്, നേരത്തെ രാകേഷ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹിന്ദി ഹൃദയഭൂമിയിലൂടെയുള്ള യാത്രയാണ്. കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു എന്നുള്ള ഒന്നാണ്. അത് ഒന്ന് മാറ്റിക്കൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യാത്ര ആ തരത്തിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം ഗുജറാത്തിലൂടെ ഈ യാത്ര കടന്നു പോകുന്നില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ കാലത്തെ ഭാരത് ജോഡോ യാത്ര 1-ാം പതിപ്പിന്റെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകിയ മറുപടി വീണ്ടും ഒരു യാത്ര വരുന്നുണ്ട്. അതായത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക്, ഗുജറാത്തിലേക്കായിരിക്കും ഈ യാത്ര എന്ന് പറഞ്ഞിരുന്നതാണ്. ഏതായാലും ഗുജറാത്തിലൂടെ ഈ യാത്ര കടന്നു പോകുന്നുണ്ട്. ഒപ്പം തന്നെ UP, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ കഴിഞ്ഞ തവണ ഈ യാത്ര പ്രവേശിച്ചിരുന്നില്ല. UPയിൽ പ്രവേശിച്ചിരുന്നു. അത് പടിഞ്ഞാറൻ UPയിലെ ചില മേഖലകളിലൂടെ കടന്നുപോയി പിന്നീട് ഹിമാചലിലേക്കും കശ്മീരിലേക്കും കടക്കുന്ന രീതിയിലാണ് അന്ന് ആ യാത്ര നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഏതായാലും ഹിന്ദി ഹൃദയഭൂമിയിലൂടെ കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഈ യാത്ര കടന്നു പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട കാര്യം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു UP. പ്രത്യേകിച്ച് 2009 UPA സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വരുമ്പോൾ അന്ന് 22 സീറ്റ് നൽകിക്കൊണ്ട് ആ വിജയത്തിൽ UP വലിയ നിർണായകമായിരുന്നു. അത് പിന്നീട് 2014 എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മാത്രം ജയിക്കുന്ന സാഹചര്യത്തിൽ എത്തി. 2019 രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയും 80 സീറ്റിൽ റായ്ബറേലിയിൽ സോണിയാഗാന്ധി മാത്രമാണ് വിജയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഭരണം പിടിക്കാൻ ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രകടനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. മാത്രമല്ല മധ്യപ്രദേശിലും കഴിഞ്ഞ തവണ ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ള നേതാക്കൾ തോൽക്കുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ കടന്നുപോയിരുന്നു. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ സംഘടനയെ കൂടുതൽ ചലിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഏതായാലും കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ജനുവരിയിൽ ഒന്നാം പതിപ്പ് അവസാനിച്ചിട്ടും ഈ രണ്ടാം പതിപ്പ് ഇത്രമേൽ സമയമെടുത്തത്. അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ രണ്ടാം പതിപ്പ് ആരംഭിച്ചിരിക്കുന്നത് പോലും സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ മാർച്ച് ആദ്യവാരം കഴിഞ്ഞ കാലങ്ങളിലെ കണക്കനുസരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ മാർച്ച് 10 മുമ്പായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക. അപ്പോൾ പ്രഖ്യാപനത്തെ തൊട്ട് പിന്നാലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പായി ഈ യാത്ര അവസാനിക്കുന്ന രീതിയിൽ അതാണ് ഈ ഭാരത് യാത്രയുടെ ഷെഡ്യൂൾ. അങ്ങനെയാണ് ഇപ്പോൾ AICC നേതൃത്വം നിശ്ചയിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, വീണ്ടും ഒരു ഭാരത് ജോഡോ യാത്രയുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നു. രാഹുൽ ഗാന്ധിയാണ് ഇത്തവണയും ഭാരത് ന്യായ് യാത്ര എന്ന ഭാരത് ജോഡോ യാത്രയുടെ 2.0 നയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഹിന്ദി ഹൃദയഭൂമിയിലൂടെയാകും ഈ യാത്രയുടെ കൂടുതൽ സമയ സഞ്ചാരം എന്നുള്ളത് ഈ യാത്രയുടെ പ്രത്യേകത വർദ്ധിപ്പിക്കുന്നുണ്ട്. ആദ്യ യാത്ര നേരത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ള വിമർശനത്തിന് മറുപടിയാണ് കോൺഗ്രസ് ഇത്തവണ ഭാരത് ന്യായ് യാത്രയുമായി രംഗത്ത് വരുന്നത്. രാകേഷാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.